അല്ലാതെ അവർ അള്ളാഹുവിനെ സ്മരിക്കുകയുമില്ല. അതും മുനാഫിക്കുകളുടെ മറ്റൊരു ലക്ഷണമാണ്. അവർ നിസ്കാരമൊക്കെ സ്പീഡിൽ കഴിയും. എത്ര പെട്ടെന്നാ കഴിയാന്നറിയാം. തുമഇനീനത്ത് എന്ന് പറയുന്ന സംഗതി ഉണ്ടാവില്ല. നിസ്കാരത്തിന്റെ റുക്കിനാണ്, നിർബന്ധമായ കാര്യമാണ് തുമഇനീനത്ത്. അത് പഠിക്കാത്ത ഒരു കൊച്ചുകുട്ടി പോലും ഉണ്ടാവില്ല. എന്താ തുമഇനീനത്ത് എന്ന് പറഞ്ഞാൽ? ഓരോ ഫർളുകളിലും നമ്മൾ കൃത്യമായി എന്ത് ചെയ്യണം? അടക്കമുണ്ടാകണം. അത് അതിന്റെ നിസ്കാരത്തിന്റെ റുക്കിനാണ്, ഫർളാണ്. അപ്പൊ അത് റുക്കുഴിൽ പോയില്ലേ അപ്പോഴേക്ക് ഉയർന്നു. എഴുത്തിദാലിൽ ഇങ്ങോട്ട് വന്നിട്ട് നടു നേർന്നില്ല, അപ്പോഴേക്ക് സുജൂദിലേക്ക് പോയി. സുജൂദിൽ പോയി നെറ്റി വെച്ചില്ല, അപ്പോഴേക്ക് പെട്ടെന്ന് കരണ്ടടിച്ച പോലെ നെറ്റി എടുത്തു. ഇരുന്നില്ല അപ്പോഴേക്ക് പിന്നെയും പോയി. ഇങ്ങനെ ഒരു ഹൈ സ്പീഡ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 തവണ പറഞ്ഞു, തിൽക സ്വലാത്തുൽ മുനാഫിഖ്. അത് മുനാഫിക്കിന്റെ നിസ്കാരം. ഓ സമയത്തിനൊന്നും പള്ളിയിലുണ്ടാവില്ല, സമയത്ത് നിസ്കരിക്കൂല. സമയം തീരാനായി ഇത് കണ്ട കൊട്ടിപ്പറഞ്ഞ് വേഗത്തിൽ അവൻ എഴുന്നേറ്റിട്ട് 2 കൊത്തുകൊത്തും. ബഖറത്തുൽ ഖുറാബ്, കാക്ക കൊത്തും പോലെ 2 കൊത്തുകൊത്തും. ധാന്യം കൊത്തും. എത്ര സ്പീഡിലാണ്